എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദേവി ദേവന്മാരെ സ്വപ്നത്തിൽ കാണുന്നത് ശുഭകരമോ അശുഭകരമോ, അത് നിങ്ങൾ അവരെ ഏതു രൂപത്തിൽ കണ്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി സ്വപ്നത്തിൽ ദൈവത്തെ കാണുന്നത് ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. ശ്രീ ഭദ്രകാളി ദേവിയെ സ്വപ്നത്തിൽ കാണുന്നത് ശുഭകരമോ അതോ അശുഭകരമോ എന്ന് നോക്കാം. ശ്രീ മഹാകാളിയെ സ്വപ്നത്തിൽ കാണുന്നത് ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. സ്വപ്നശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചേക്കാം. അതുപോലെ നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികളും നശിക്കുന്നു. രോഗിയായ ഒരാൾ ശ്രീ ഭദ്രകാളി ദേവിയെ സ്വപ്നം കണ്ടാൽ അയാൾക്ക് വളരെ വേഗം തന്നെ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാളിദേവിയെ സ്വപ്നത്തിൽ കണ്ടാൽ ഭവനത്തിൽ സന്തോഷവും സമൃദ്ധിയും വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത്. സ്വപ്നത്തിൽ കാളിദേവിയുടെ വിഗ്രഹമാണ് കാണുന്നതെങ്കിലും ഈ സ്വപ്നം വളരെ ശുഭകരമായി കണക്കാക്കുന്നു. സ്വപ്നശാസ്ത്രമനുസരിച്ച് ശ്രീ കാളിദേവിയുടെ വിഗ്രഹം കാണുന്ന വ്യക്തിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വരും കാലത്ത് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്നു. ഇനി സ്വപ്നത്തിൽ മഹാഭദ്രകാളി ദേവിയുടെ ഉഗ്രരൂപത്തിലെ കണ്ടാലോ, അതായത് തീക്ഷ്ണഭാവത്തിൽ ക്രോധത്തോടെ കാണുന്നുവെങ്കിലോ, പലരും ഈ സ്വപ്നം കണ്ട് ഭയപ്പെട്ടേക്കാം. എങ്കിലും സ്വപ്നശാസ്ത്രമനുസരിച്ച് ഈ സ്വപ്നവും ശുഭസൂചകം തന്നെയാണ്. എന്നാൽ ശ്രീ കാളിദേവിയുടെ ഉഗ്രഭാവത്തെ സ്വപ്നത്തിൽ കണ്ടാൽ ഇതിനർത്ഥം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ അല്പം പോരാട്ടം നടത്തേണ്ടി വരും, എന്നാലും നിങ്ങൾ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾക്ക് അത് വിധിച്ചിരിക്കുന്നു, എന്നാൽ അത് അനായാസമായി കൈകളിൽ എത്തില്ല എന്നതാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. ഇനി സ്വപ്നത്തിൽ ശ്രീ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തെയാണ് കാണുന്നുവെങ്കിലോ, ഇതും സ്വപ്നശാസ്ത്രമനുസരിച്ച് വളരെ ശുഭസൂചകം തന്നെയാണ്. സ്വപ്നശാസ്ത്രമനുസരിച്ച് ശ്രീ മഹാകാളി ദേവിയുടെ ക്ഷേത്രത്തെയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉടനെ മോചനം ലഭിക്കും എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സമയദോഷങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല സമയം വന്നു എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ സർവൈശ്വര്യങ്ങളും വന്നു ഭവിക്കും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. ഈ സ്വപ്നത്തെ വളരെ ഫലപ്രദമായ സ്വപ്നങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. ഇനി സ്വപ്നത്തിൽ കാളിദേവിയെ നിങ്ങൾ ആരാധിക്കുന്നതായി കാണുന്നുവെങ്കിൽ എന്താണ് ഫലമെന്ന് നോക്കാം. സ്വപ്നശാസ്ത്ര പ്രകാരം ഇതും വളരെ ശുഭസൂചകമായി തന്നെ കണക്കാക്കുന്നു. സ്വപ്നശാസ്ത്രമനുസരിച്ച് നിങ്ങൾക്ക് സമീപ ഭാവിയിൽ നിങ്ങൾക്ക് ചില ശുഭവാർത്തകൾ ലഭിച്ചേക്കാം എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വരും കാലത്ത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുമെന്നും പറയുന്നു. ഇനി അടുത്തത്, സ്വപ്നത്തിൽ നിങ്ങൾ കാളിദേവിയുടെ ചിത്രത്തെ അല്ലെങ്കിൽ ഫോട്ടോയെയാണ് കാണുന്നുവെങ്കിൽ ഫലം എന്താണെന്ന് നോക്കാം. സ്വപ്നശാസ്ത്രമനുസരിച്ച് ശ്രീ മഹാഭദ്രകാളി ദേവിയുടെ ചിത്രം സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ഇതിനെയും ശുഭസൂചകമായി കണക്കാക്കുന്നു. നിങ്ങളുടെ ജോലിസ്ഥലത്ത് സമീപ ഭാവിയിൽ തന്നെ പ്രശസ്തിയും വിജയവും നേടാനാകും എന്നതാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. സ്വപ്നത്തിൽ ശ്രീ കാളിദേവി നിങ്ങളെ
വന്ന് അനുഗ്രഹിക്കുന്നതായി കാണുന്നുവെങ്കിൽ ഇത് ഒരു മഹാഭാഗ്യമാണെന്ന് കണക്കാക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ലഭിക്കുമെന്നതിനെയാണ് ഈ സ്വപ്നം അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തി കാളി ദേവിയെ സ്വപ്നത്തിൽ കണ്ടാൽ ആ വ്യക്തി മനസ്സിലാക്കേണ്ടത് അവർക്ക് ഉടനെ തന്നെ തൻ്റെ മനസ്സിനെ ആധ്യാത്മിക ചിന്തയിലേക്ക് മാറ്റാൻ സമയമായി എന്നതിനെയാണ്. ഒരു കാളി സാധകനാണ് മഹാകാളി ദേവിയെ സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് വേഗം തന്നെ അവർക്ക് സർവാശ്ചര്യങ്ങളും പേരും പ്രശസ്തിയും ലഭിക്കും എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ അവരുടെ ശത്രുക്കൾ ഒരു തടസ്സത്തിനും നിൽക്കില്ല എന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.